ഏകദേശം 9:15 ആയില്ലേ, 2 മണിയാകാൻ പോവുകയാണ്. ഞാൻ പോയി കിടക്കട്ടെ. ഏകദേശം ഒരു 80% പണി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഒരു 20% കൂടി കുറച്ച് പോളിഷ് ചെയ്യാണ്ട് നാളെ ചെയ്യാം. സോ കിടക്കട്ട്, നാളെ രാവിലെ കാണാം. ഓക്കെ. സോ ഗൈസ്, രാവിലെ ആയി. ഗുഡ് മോർണിംഗ്. സോ സമയം ഇപ്പം ഏകദേശം 9:45. ഡെയിലി വ്ളോഗ് സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 26, ചൊവ്വാഴ്ചയാണ്. സോ ഇന്നലെ രാത്രി ഏകദേശം 2 മണിക്കാണ് കടന്നത്. ചായ കുടിച്ചിട്ട് വന്നിട്ട് എഡിറ്റിങ്ങിന് പണിയാവുന്നു, വേഗം തീർക്കണം. കാരണം ആ കുറച്ചും കൂടി എഡിറ്റ് ചെയ്യാമല്ലോ, ഒരു 20% കൂടി ഒന്ന് വേഗം എഡിറ്റ് ചെയ്ത് തീർക്കണം. പക്ഷേ ഇതേപോലെ പിറ്റേ ദിവസത്തേക്ക് ആക്കാൻ പാടില്ല, രാത്രി തന്നെ എഡിറ്റ് ചെയ്ത് തീർക്കണം എന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ലേറ്റ് ആയിട്ട് വ്ളോഗ് അവസാനിപ്പിക്കുന്നുണ്ടാണ്. ഇന്നലെ 11 മണിക്കല്ലേ അവസാനിപ്പിച്ചത്. സോ അങ്ങനെ ലേറ്റ് ആയിട്ട് അവസാനിപ്പിക്കുന്നുണ്ടാണ് ഇങ്ങനെ ഒരു സീൻ വരുന്നത്. ഇന്ന് നേരത്തെ അവസാനിപ്പിക്കാം. ഓക്കെ. ഓ മൈ ഗോഡ്. ഓക്കെ, നല്ല മേഘമുണ്ട്, നല്ല വെളിച്ചമുണ്ട്, നല്ല വെയിലുമുണ്ട്. സോ ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാ ദിവസവും ഒരേ കാര്യം, ഒരേ റൂട്ടീനാണ്. സോ ഞാൻ എപ്പോഴും ഒരു സ്പോയിലർ പറയാം. ഈ വ്ളോഗ് സീരീസിൻ്റെ, ഡെയിലി വ്ളോഗ് സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡ് വെറൈറ്റി ആയിരിക്കും, ഒരു സർപ്രൈസ് ആയിരിക്കും. സോ ആ ഒരു 8ാമത്തെ ദിവസം ആവാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിക്കാണ്. ഓക്കെ, ദിവസം അടിപൊളിയായിരിക്കും. ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കുറച്ച് നാളായിട്ട് വെയിറ്റ് ആകുന്നത്. സോ 8ാമത്തെ എപ്പിസോഡ് ഒക്കെ കാത്തിരിക്കാം. അപ്പോഴത്തേക്ക് അത്ര വരെ ഞാനിപ്പോയി ചായ കുടിക്കട്ട് ഞാൻ. സോ ഈ പറയുന്ന 8ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മെയ് 31-നായിരിക്കും ഷൂട്ട് ചെയ്യുക. ബട്ട് നിങ്ങൾക്ക് ജൂൺ 1-നായിരിക്കും കാണാൻ പറ്റും. ഓക്കെ, ഒരു സ്പെഷ്യൽ വ്ളോഗായിരിക്കും. ഞാൻ ഇനി പോയി ചായ കുടിച്ചിട്ട് വന്നിട്ട് വേഗം എഡിറ്റ് ചെയ്ത് തീർത്താൽ അവർ പണി തീർക്കട്ടെ. കാരണം ഇങ്ങനെ പിറ്റേ ദിവസത്തേക്ക് എനിക്ക് വെക്കുന്നത് തീരെ ഇഷ്ടമല്ല എഡിറ്റിങ്. ഓക്കെ, പിന്നെ അതേപോലെ ഇന്നെന്താ വെറൈറ്റി ആയിട്ടൊന്നും ചെയ്യാൻ നോക്കാം. ചായ റെഡി. കുറച്ച് സമയം രാവിലെ ചായ TV കണ്ടിരിക്കാറുണ്ട്. അത് സ്ഥിരമില്ല, പതിവാണ്. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നായിരുന്നു, സൗണ്ട് കുറവാണ്. അതെനക്കും ഫീൽ ചെയ്ത്. കാരണം ഫോണിലൊന്നും സീനില്ല, ബട്ട് TV വെക്കുന്ന ടൈം എനക്കും ഇതാ ഭയങ്കര സൗണ്ട് കുറവായിട്ട് കേൾക്കുന്നത്. ഇതിൽ എന്തിൻ്റെ ഇഷ്യൂ അറിയത്തില്ല. എന്നുവെച്ചാൽ ഒച്ച കൂട്ടിയാൽ കേൾക്കും, ബട്ട് നന്ന കുറവാണ്. അതെന്താ ഇഷ്യൂ അറിയില്ല. വ്ളോഗും അങ്ങനെ ആവും അറിയില്ല. ഞാൻ കുറച്ചും കൂടി ഒച്ച കൂട്ടാൻ നോക്കാം. ഓക്കെ, ഇന്നത്തെ വ്ളോഗിൽ ചില ടൈമിൽ ഞാൻ ഒച്ച കുറച്ചിട്ടാണ് സംസാരിക്കാറ്, ചില ടൈം ഒച്ച കൂടും. കാരണം മൈക്കിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അതിന്ന് ഫിക്സ് ആക്കാൻ നോക്കാം. ഏകദേശം 11 മണിയാവാനായി. ഫുഡ് കഴിച്ചില്ല. അതുകൊണ്ടാണ് വിശക്കുന്നത്. ഞാൻ ഇപ്പം അത്ര ആലോചിക്കുന്നത്. ഫുഡ് കഴിച്ചില്ല. ഓക്കെ, ഇവിടെ ദോശയുണ്ട്, സാമ്പാർ, പിന്നെ ചായ. സോ ഗൈസ്, ഇനി വേഗം എഡിറ്റ് ചെയ്ത് തീർക്കിട്ട്. ഇപ്പോൾ സമയം 11:30. വേഗം എഡിറ്റ് ചെയ്ത് തീർത്തിട്ട് വന്നിട്ട് കാണാം. ഓക്കെ, ഫുള്ളായിട്ട് തീർത്ത് എക്സ്പോർട്ട് ചെയ്യാനാവുമ്പോൾ കാണാം. സോ ഡെയിലി വ്ളോഗ് സീരീസിൻ്റെ 2ാമത്തെ എപ്പിസോഡ് എന്താ ഇവിടെ എഡിറ്റാക്കി തീർത്തിട്ടുണ്ട്. ഇനി എക്സ്പോർട്ട് ചെയ്യാൻ പോകട്ട്. 2 GB അടുപ്പിച്ചിട്ടുണ്ട്. സോ എക്സ്പോർട്ട് ആവട്ടെ. ഇപ്പോൾ സമയം 1 മണിയാവാൻ പോവാണ്. എനിക്കായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇന്നലെ ഞാൻ രാത്രിയിൽ 7 മണിയാകുമ്പോഴേക്കാണ് വീഡിയോ എഡിറ്റ് ചെയ്തത്. ഇന്നിപ്പോൾ ഉച്ചയാകുമ്പോഴേക്ക് തീർന്ന്. ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല, തലേന്ന് രാത്രി തന്നെ എഡിറ്റ് ചെയ്യണം. ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇമ്പ്രൂവ് ആയി വരുവാണ്. ഒരാൾ പറഞ്ഞായിരുന്നു വീഡിയോൻ്റെ സൗണ്ട് തീരെ ഇല്ലാന്ന്. അപ്പോൾ സംഭവം ശരിയാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഈ ഒരു മീഡിയം ഇത്ര ലെവൽ വെച്ചിട്ടും വലിയ രീതിയിൽ കേൾക്കുന്നില്ല. ഫുള്ള് വെക്കുമ്പോൾ ഏകദേശം കേൾക്കുന്നുണ്ട്. ബട്ട് ഏകദേശം ഈ ഒരു പകുതിക്കുന്ന മേലെ ഒരു 60% വരെ വെച്ചാലും അധികം ഒച്ച കേൾക്കുന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. കണ്ട, 60% വെച്ചാലും ഒന്നും കേൾക്കുന്നില്ല. എന്തായാലും വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടും. ഗൈസ്, ഓൺ ടൈം ഇതാ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തമ്മിലാക്കി ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് സകല പരിപാടിയും കൊടുത്ത് ഇതാ കൃത്യം 2 മണി. ഇന്നലത്തെ വീഡിയോയിലും ഡിലീറ്റ് ചെയ്യാൻ ടോട്ടൽ 41 വീഡിയോസേ ഉണ്ടായിട്ടുള്ളൂ. 3 GB അതെല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. സോ ഗായ്സ്, ഇന്ന് ബിരിയാണിയാണ് ആക്കിയത്. ഞാൻ കാണിച്ചു തരാം. നല്ല നെയ്ച്ചോറും പിന്നെ ഇതാ മുട്ട മസാല. അപ്പം മുട്ട ബിരിയാണിയാണെന്ന് ഇന്ന് ആക്കിയത്. സോ ഇവിടെ ബിരിയാണി റെഡി, മുട്ട ബിരിയാണിയാണ്. പിന്നെ നമ്മൾ ബീട്രൂട്ട് അച്ചാറുണ്ട്, പിന്നെ സലാഡും ഉണ്ട്. ഓക്കെ, ഫുഡ് റെഡി. ദ ഗോണിൻ്റെ റേജ് മൂവ്മെൻറ്റ് റിവാച്ച് ചെയ്യാണ്. ഹോളി ഷിറ്റ്. ഇത് 4:30 ആവാനായി. സോ ലൈക്ക് ഐ സെഡ് യെസ്റ്റർഡേ, ഈവനിങ് ടൈമാണ് ബെസ്റ്റ് ടൈം ഗൈസ്. അത്യാവശ്യം തണലുണ്ട്, വെയിലൊന്നുമില്ല. സോ
ഇവിടെ ചായ തിളക്കുന്നുണ്ട്. ഏകദേശം 4:30 ആവാനായി. സോ ചായ ആക്കാൻ പറഞ്ഞിട്ട് ചായ അവിടെ നിന്ന് ആവുന്നുണ്ട്. ഓക്കെ ആണ്. ഇവിടെ ഞാൻ മണി പ്ലാന്റ് നട്ടിട്ടുണ്ട്. എന്താ ഇതേപോലെ ഇതൊന്നും അധികം വളരില്ല, വെള്ളത്തിലായതുകൊണ്ടായിരിക്കും. ബട്ട് ഇവിടെ ഇത് കുറച്ച് വളർന്നതിന്. പിന്നെ ഒന്ന് ഇവിടെ ഉണ്ട്. ഇവിടെ ഈ ഒരു ഇത് മാത്രം വളർന്നു വന്നതിന്. പിന്നെ ഇവിടെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. ഇതെനക്ക് മണ്ണിലേക്ക് മാറ്റിയിട്ട് എൻ്റെ റൂമിലേക്ക് വെക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇവിടെ ഒന്നുണ്ട്. പിന്നെ ഇത് ഏതോ ഒരു സാധനമാണ്, ഇതെന്താ അറിയില്ല, അമ്മ കൊണ്ടുവന്നതാണ്. ചായ തിളക്കുന്നുണ്ട്. ഓക്കെ, ചായ റെഡി. മൈ ഗോഡ്, ക്യാമറ ഇതായി. സോ അങ്ങനെ ഈവനിങ് ടൈമാണ്. ഇത് ചന്ദ്രൻ അവിടെയുണ്ട്. ഓക്കെ, ബാക്ക് സൈഡിൽ നിങ്ങൾ കാണിച്ചു തരാം. നല്ല വൃത്തിക്ക് മേഘം കാണും. സോ ഇതാണ് ബാക്ക് സൈഡിലുള്ള ഗ്രൗണ്ട്. ഇവിടെ കാണുന്ന അതാണ് എൻ്റെ റൂം. ഓക്കെ, ഇവിടെ അത്യാവശ്യം നല്ലൊരു മാവ് വളർന്നു വരുന്ന കാണുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു പേരമരമുണ്ട്, തുളസിയുണ്ട്. ഇതവിടെ ഈ കാണുന്ന വാഴയില ഞാനാട്ടെ. പിന്നെ ഇതാണ് കിണർ, ചുറ്റും കാടാണ്. ഇതെല്ലാം വെട്ടണം എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ വൈഡ് ആംഗിളിൽ എടുക്കുന്നു. ബട്ട് ഇങ്ങനെ എടുക്കുമ്പം ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല അധികം. നോർമൽ സൂമിലിട്ട് എടുക്കുമ്പോൾ ഇതാ ഈ ഒരു ക്വാളിറ്റിയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടും. ആംഗിളിൽ എടുക്കാൻ പറ്റുമെങ്കിൽ സെറ്റാണ്. ബട്ട് ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ, ഈ ഒരു ടൈപ്പാണ്. ഇങ്ങനെയാണ് ക്വാളിറ്റി മാറുന്നുണ്ട്. വൈഡ് ആംഗിളിലിട്ട് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ സുഖമാണ്. വ്ളോഗിലെടുക്കാൻ വൈഡ് ആംഗിളാണ് സുഖം. നമുക്ക് ഏകദേശം ഇതേപോലെ എടുക്കാം. ബട്ട് ഇതേപോലെ ഇരുട്ടുള്ള സ്ഥലത്തേക്കെല്ലാം പോകുമ്പം ഏകദേശം ക്വാളിറ്റി അന്ന് ഇതാവുന്നുണ്ട്. കണ്ട നല്ല ഇതില്ല, തീരെ ക്വാളിറ്റി പോകുന്നുണ്ട്. കണ്ട് ഇതിപ്പോൾ വൈഡ് ആംഗിളിലല്ലേ, ഇപ്പോൾ നോർമൽ സൂമിൽ. ബട്ട് ഇങ്ങനെ എടുക്കലേ നടക്കില്ല. ഇങ്ങനെ എടുത്താലേ കുറച്ചും കൂടെ ക്വാളിറ്റി കിട്ടുള്ളൂ. സോ ഇന്ന് രാത്രിക്കുള്ളിൽ വൈഫൈ റീചാർജ് ചെയ്യണം. കാരണം നാളെയും കൂടി ഉള്ളൂ, നാളെ കട്ടാവും. സോ വൈഫൈ റീചാർജ് ചെയ്യണം. ഒക്കെ ഇപ്പോൾ ഓർമ്മ വന്നേ. ബട്ട് മിക്കവാറും മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ഈ ഒരു വൈഫൈ ആണ് ഉപയോഗിക്കുന്നത്, ജിയോ എയർ ഫൈബർ. ഈവനിങ് ടൈം നല്ല അടിപൊളിയാണ്. കുറച്ച് നല്ല മേഘം കൂടിയുണ്ട്. സെറ്റാണ് എങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിക്ക് ഈ മേഘം കാണാം. കുറച്ച് അങ്ങോട്ടേക്ക് ആ ഭാഗത്ത് എപ്പോൾ മേഘം ഉണ്ടാവല്, നല്ല ഓറഞ്ച് കളറ്. മേലെ കയറിയും കാണാൻ പറ്റും. ബട്ട് ഇപ്പം അതിനായിട്ട് മേലെ കയറാൻ നിൽക്കുന്നതല്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ടോപ്പ് കയറാറുള്ളൂ. ഇതാണ് ആൻറ്റിന ഞാൻ പറഞ്ഞ വൈഫൈൻ്റെ. നേരെ ഉള്ളിലേക്കും പോകുന്നുണ്ട്, ഒന്ന് നേരെ താഴേക്കും പോകുന്നുണ്ട്. സോ ലൈറ്റ് ഇടാം. എനിക്ക് വേണ്ടത് വെച്ചാൽ ഫുട്ബോളാണ്. ഓക്കെ, നമുക്ക് ജഗ്ലിങ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അതൊരു നല്ല ഐഡിയ ആയിരുന്നില്ല. നമുക്ക് ബോൾ അവിടെ വെക്കാം. കൂടി ബെറ്റർ വൈഡ് ആംഗിളിൽ ഷൂട്ട് ചെയ്യാൻ പാടാണ്. അങ്ങനെ ഇന്നലെ കുറച്ചും കൂടി പിന്നെയും കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പം ഇതാണ് എൻ്റെ വൈഫൈൻ്റെ ബോക്സ്. സമയം 9 മണിയായി. ഞാനിവിടെ ഇരുന്ന് ഫോൺ നോക്കുന്നുണ്ടായി. അപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല. ഞാൻ വേഗം പോയിട്ട് കുളിച്ച് ഫുഡും കഴിച്ചിട്ട് വ്ളോഗ് അവസാനിപ്പിക്കട്ടെ, എനിക്ക് എഡിറ്റ് ചെയ്ത് ഇട്ടിട്ട്. കാരണം നാളത്തെ വ്ളോഗ് സ്പെഷ്യലായിരിക്കും. കാരണം എന്താ വെച്ചാൽ കുഞ്ചുണ്ണനെ നിങ്ങൾക്ക് അറിയായിരിക്കും, പണ്ട് എൻ്റെ വ്ളോഗിൽ വരുന്നത് എങ്ങനെയാണ്. സോ ഓനിപ്പം എന്നെ വിളിച്ചായിരുന്നു. അത് എന്തിനാണ്, അതെല്ലാം നിങ്ങൾ നാളെ കാണും, നാളത്തെ വ്ളോഗിലായിരിക്കും കാണുമോ. ഞാൻ അപ്പം വേഗം പോയി കുളിച്ചിട്ട് വന്നിട്ട് ഈ വീഡിയോ നമുക്ക് എത്രയും പെട്ടെന്ന് ഇന്ന് രാത്രി തന്നെ എഡിറ്റ് ചെയ്തിട്ടിടണം. കാരണം നാളെ രാവിലെ തന്നെ എനിക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ട്. അതായത് ഞാൻ നാളത്തെ വ്ളോഗിൽ കണ്ടോ. അപ്പോൾ ശരി, ഞാൻ വേഗം കുളിച്ചിട്ട് വരട്ടെ. സോ ഇന്ന് മുട്ട ബിരിയാണി ആക്കിയേ, ഉച്ചക്ക് കണ്ടിട്ടുണ്ടാവും. സമയം ഏകദേശം 9:45 പോവാണ്. സോ ഗായ്സ്, ഫുഡ് കഴിച്ച് തിരിച്ച് റൂമിലേക്ക് വന്നിട്ടുണ്ട്. സോ ഡെയിലി വ്ളോഗ് സീരീസിന്റെ 3ാമത്തെ എപ്പിസോഡ് ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. സോ പരമാവധി വേഗം എഡിറ്റ് ചെയ്ത് ഇന്ന് രാത്രി തന്നെ എഡിറ്റും ചെയ്ത് അപ്ലോഡും ചെയ്തിട്ട് വെച്ചിട്ട് വേണം കിടക്കാം. കാരണം നാളെ രാവിലെ എണീച്ചിട്ട് ഒരു സ്ഥലത്ത് പോകാനുണ്ട്. കുഞ്ചു അണ്ണനും ഉണ്ടാവും നാളത്തെ വ്ളോഗിൽ. രാത്രി 7 മണിക്ക് കാണാം. Clearer, I don't really think anyone can save me. And honestly, I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try at anything. So I'ma just keep buying everything. See you in the next life, have to be a better me.